കൊല്ലം കടവൂരിൽ RSSന്റെ ഭീഷണിയെ തുടർന്ന് ബ്രസീലിന്റെ പതാക അഴിപ്പിച്ചുവെന്ന് പരാതി. പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചാണ് പതാക അഴിപ്പിച്ചത്. പതാക കെട്ടിയ കുട്ടികളെ RSS പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ രാവിലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഞങ്ങള് ഉപദേശക സമിതിയോ RSSകാരോ അവരാരും പറഞ്ഞിട്ട് ചെയ്തതല്ല. ഞങ്ങള് പോലീസുകാരെ ഒന്ന് അടിക്കാൻ പറഞ്ഞു. അതാണ് അവർ ആ മീഡിയക്കാരോട് പറഞ്ഞത്. വാസ്തവത്തിൽ നമ്മള് ആ പോലീസുകാർ കൊണ്ട് നമ്മളെ വീഡിയോ അടിപ്പിച്ച കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ വീഡിയോയിലൂടെ നമ്മളാ വീഡിയോക്കകത്ത് കാണുന്നവർക്കറിയാം. നമ്മൾ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരത് വളച്ചൊടിച്ച് പാർട്ടിയായിട്ടുള്ള അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാതെ ബ്രസീലിന്റെ കൊടി കൊണ്ട് കെട്ടിയത്. ഞങ്ങൾക്ക് വേറെ കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കടവൂര് കൊണ്ട് കെട്ടിയത്. ദേവസ്വം ബോർഡിന്റെ സ്ഥലമാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് ഉപദേശ സമിതിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൊല്ലത്ത് ഫുട്ബോൾ ആരാധകർ കെട്ടിയ ബ്രസീലിന്റെ കൊടി അഴിപ്പിച്ചത് RSS ആണെന്നത് വ്യാജ പ്രചാരണം. കടവൂർ ക്ഷേത്രത്തിന് സമീപം കെട്ടിയിരുന്ന കൊടി അഴിപ്പിച്ചത് പോലീസാണ്. കടവൂരിൽ ബ്രസീലിന്റെ കൊടി പാകിസ്ഥാൻ പതാക ആണെന്ന് ആരോപിച്ച് RSSകാർ അഴിപ്പിച്ചു എന്നതായിരുന്നു പുറത്തുവന്ന വാർത്ത. എന്നാൽ സത്യം അതല്ലെന്ന് കൊടി കെട്ടിയവരും നാട്ടുകാരും ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, RSSനെതിരെ വലിയ പ്രചാരണമാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ബ്രസീലിന്റെ കൊടി RSS അഴിപ്പിച്ചു എന്ന രീതിയിൽ വലിയ പ്രചാരണം നടന്നു. അത് വെറും പൊള്ളയാണ് എന്ന് വെളിപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ നീലിമ, ഈയൊരു സംഭവം അറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതായത് കൊല്ലത്ത് കടവൂർ ക്ഷേത്രത്തിന് സമീപമാണ് ഇങ്ങനെ ഒരു പതാക കെട്ടിയതും അത് അഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ വിവരങ്ങൾ അറിഞ്ഞത്. പക്ഷേ ആദ്യം കേട്ടത് ഇത്തരത്തിൽ പാകിസ്ഥാൻ പതാക എന്ന് ആരോപിച്ചുകൊണ്ട് ഇവിടെയുള്ള RSSകാരും അതോടൊപ്പം ക്ഷേത്ര ഉപദേശക സമിതിയൊക്കെ ചേർന്നുകൊണ്ട് അഴിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. ബ്രസീൽ ആരാധകരുണ്ട്, അദ്ദേഹമാണ് ആ കൊടി ഇവിടെ കെട്ടുന്നത്. അപ്പോൾ കൊടി കെട്ടിയതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ നമ്മളോട് പറയും. എന്തായാലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത് ദേവസ്വം ബോർഡിന്റെ സ്ഥലമാണോന്ന്, ദേവസ്വം ബോർഡിന്റെ പോസ്റ്റൊക്കെ ആണോന്ന്. ഞാൻ അറിയാതെ അവിടെ കൊണ്ട് കെട്ടിയത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് ദേവസ്വം ബോർഡുകാരെ സ്ഥലമാണോന്നോ ഇതിനകത്ത് RSSന്റെ പേരോ ഉപദേശ സമിതിയോ ഒന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ കെട്ടിയത്. ആ പോലീസുകാരാണ് വന്ന് പറഞ്ഞത് അത് അഴിച്ചു മാറ്റാൻ. അപ്പോൾ തന്നെ ഞങ്ങൾ അഴിച്ചു മാറ്റി. അവർ വീഡിയോ എടുത്തുകൊണ്ട് പോയി. പോലീസുകാർ പറഞ്ഞെന്നും പറഞ്ഞാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ഒരുപാട് വ്യാജ ന്യൂസുകൾ എന്നെക്കുറിച്ച് പടച്ചു വിടുന്നുണ്ട്. ഇപ്പം തന്നെ ഈ പതാകയുടെ പ്രശ്നം, ഇത് തൃക്കടവൂർ മഹാദേവൻ്റെ സ്വത്താണത്. ആ വഞ്ചിയിരിക്കുന്ന ഭാഗം വരെയും ഭഗവാന്റെ സ്വത്താണ്. ഈ ഭഗവാന്റെ സ്വത്തിൽ പിന്നെ കൊടിയും തോരണങ്ങളും മറ്റൊന്നും കെട്ടരുന്നത് നമ്മുടെ ഒന്നും ഉത്തരവല്ല, ഹൈക്കോടതി ഉത്തരവാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്. അതനുസരിച്ച് നമ്മുടെ ദേവസ്വം AO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിന് പ്രകാരം പോലീസാണ് അഴിപ്പിച്ചത്. അതിന് വെറുതെ RSSനെയും ഉപദേശ സമിതിയെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഈ ചാനലിന്റെ സ്ഥിരം ഒരു പരിപാടിയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ.